ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 1-2 അപ്ഡേറ്റുകൾ നോക്കാൻ പോകുന്നുണ്ട്. എന്തായാലും അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ പിന്നെ നമ്മുടെ ചാനലിൽ ഒരു 10K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരള സൂപ്പർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട 2-3 അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേവിഡ് ഗ്രാൻഡി എന്ന് പറയുന്ന മുൻ ജംഷഡ്പൂർ FC പ്ലെയറിനെ ഇപ്പോൾ കണ്ണൂർ വാരിയേഴ്സ് സൈൻ ചെയ്തിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് സ്പെയിൻ 4th ടയറിലാണ്. അവിടെ 7 ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയാം കണ്ണൂർ വാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുൻ സന്തോഷ് ട്രോഫി ടീം ക്യാപ്റ്റനൊക്കെയായ നിജോ ഗിൽബർട്ടിനെ ഇപ്പോൾ നമ്മുടെ ഫോർസ കൊച്ചി സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും മികച്ചൊരു സൈനിങ് എന്ന് പറയുന്നത് അതായത് ഒരു കേരള ക്ലബിന് വേണ്ടൊരു താരം തന്നെയായിരുന്നു നിജോ ഗിൽബർട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഫോർസ കൊച്ചി അത് മനസ്സിലാക്കി അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നതും കേരള സൂപ്പർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അർജുൻ വി എന്ന് പറയുന്ന ഇപ്രാവശ്യത്തെ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച താരമായിരുന്നു അർജുൻ വി. സോ അദ്ദേഹത്തെ നമ്മുടെ കാലിക്കറ്റ് FC സ്വന്തമാക്കിയിരിക്കുകയാണ്. സോ അതും മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കേരള സൂപ്പർ ലീഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞാണോ എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ആശിഷ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മളിനി ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ സാധ്യതകൾ കുറവാണെന്നാണ് ആശിഷ് നെഗി പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ അക്കാഡമിയിൽ തന്നെ റിസർവിൽ തന്നെ അത്യാവശ്യം നല്ല റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുനിന്ന് പ്ലേയേഴ്സിനെ മേടിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്നാണ് ഇപ്പോൾ ആശിഷ് നെഗി പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഉറപ്പായിട്ടും നമ്മുടെ വളർന്നു വരുന്ന ടാലൻറ്റിന് അവസരം കൊടുക്കണം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ വീക്ക് പൊസിഷൻ നോക്കി, അതായത് നമ്മുടെ ഒരു പൊസിഷനിൽ പ്ലെയർ ഇല്ല, വീക്കാണ് എന്ന് തോന്നുന്ന പൊസിഷനിൽ ഉറപ്പായിട്ടും പുറത്തുനിന്ന് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അതും നല്ലതാണ്, ഇതും നല്ലതാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റേത് തന്നെയാണ് എനിക്കത് നമ്മുടെ റിസർവിൽ നിന്ന് തന്നെ പ്ലേയേഴ്സിനെ കൊണ്ടുവരിക. എങ്കിൽ നമ്മുടെ റിസർവിന് നല്ല പ്രാധാന്യം കൊടുക്കുക ഒരു ഡെവലപ്മെൻറ്റിന് കേരള ബ്ലാസ്റ്റേഴ്സ്. അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. ബട്ട് എങ്കിൽ പോലും റൈറ്റ് ബാക്ക്, റൈറ്റ് വിങ് ഒക്കെ ആ ഒരു പൊസിഷനൊക്കെ നമ്മുടെ കുറച്ച് വീക്കാണ്. സോ അവിടേക്ക് നമുക്ക് പറ്റിയ താരങ്ങളുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് റിസർവിൽ. എന്തായാലും കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഇനിയും ഡൊമസ്റ്റിക് സൈനിങ്ങിനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ്.